ഇറാം എഡ്യൂക്കേഷണൽ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഇറാം ഉത്സവ് 2025 ഇറാം ക്യാമ്പസിൽ നടന്നു. പാലക്കാട് പട്ടാമ്പിക്കടുത്ത് പ്രഭാപുരത്തെ ഇറാം ക്യാമ്പസിലായിരുന്നു പരിപാടികൾ. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 1000-ഓളം വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് എയ്ഡ് ആൻഡ് CPR പരിശീലനം ഇതിന്റെ ഭാഗമായി നൽകും. 2 ദിവസങ്ങളിലായാണ് ഇറാം ക്യാമ്പസിൽ ഇറാം ഉത്സവ് 2025 നടന്നത്. ഇറാം ഗ്രൂപ്പിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. പരിപാടികളുടെ ഉദ്ഘാടനം പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ നിർവഹിച്ചു. വിദ്യാഭ്യാസത്തിന്റെ നിർവചനം മാറിയിട്ടുണ്ട്, അതിന്റെ പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാട് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പണ്ട് നമുക്കറിയാം, കാണാതെ പഠിച്ചാണ്, ഗുണനപട്ടിക കാണാതെ പഠിക്കുന്നു, മറ്റെല്ലാം കാണാതെ പഠിച്ചുകൊണ്ട് പരീക്ഷ എഴുതി പാസ്സാകുന്ന ഒരു കാലത്ത് നിന്ന് വരുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ. ഇന്ന് കാണാതെ പഠിക്കുന്നതിന് ഒരു പ്രയോറിറ്റി തന്നെ ഇല്ലാത്ത സമയമാണ്. ഒന്നും കാണാതെ പഠിക്കാൻ പാടില്ല. വിദ്യാഭ്യാസം മാറി. കുട്ടികൾക്ക് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുമോ, ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു സമയത്തേക്ക് നമ്മൾ മാറി. ഒരു പ്രോബ്ലം അവരുടെ മുമ്പിൽ വന്നാൽ ആ പ്രോബ്ലം എങ്ങനെ അവർക്ക് സോൾവ് ചെയ്യാൻ കഴിയും എന്നതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി മാറ്റം. 1000-ഓളം വിദ്യാർത്ഥികൾക്കാണ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് CPR പരിശീലനം നൽകുന്നത്. WHO CCET എയിംസ് പങ്കാളിത്തത്തോടെയാണ് പരിശീലനം. അടിയന്തര ചികിത്സ നൽകുന്നതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുകയാണ് ഇതുവഴി ലക്ഷ്യമാക്കുന്നത്. CPR പരിശീലനത്തിന്റെ ഉദ്ഘാടനം WHO CCET സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയണൽ നഴ്സിംഗ് ലീഡ് രൂപ റാവത് സിംഗ്വി നിർവഹിച്ചു. എന്റെ തൈ എന്റെ വിദ്യാലയം, പുതുതായി നിർമ്മിച്ച കെട്ടിടം തുടങ്ങിയവയുടെ ഉദ്ഘാടനവും നടന്നു. ഉദ്ഘാടന ചടങ്ങിൽ ഇറാം എഡ്യൂക്കേഷണൽ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കുടുംബത്തിലോ സമൂഹത്തിലോ ഉള്ള ഒരു ഹൃദയാഘാതം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും അടിയന്തര സാഹചര്യമോ യുവതലമുറയ്ക്ക് ഒരു പക്ഷേ എങ്ങനെ കൈകാര്യം ചെയ്യാൻ അറിയില്ല. അത്തരം സാഹചര്യങ്ങളെ നേരിടാനുള്ള പ്രാഥമിക അറിവുകൾ നൽകുക എന്നുള്ളതാണ് മറ്റൊരു ഇന്ന് ഉദ്ഘാടനം ഇവിടെ ചെയ്യുന്നത്. കൂടുതൽ റെസ്പോൺസിബിൾ ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരളത്തിലെ ആകെ നടപ്പാക്കാൻ പോകുന്ന അതിവിഷ്ടമായ ഒരു പദ്ധതിയാണ് ഇന്നിവിടെ ലോകാരോഗ്യ സംഘടനയും, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിയുമായി സഹകരിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഷൊർണൂർ DYSP R മനോജ് കുമാർ, കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു. ജനം, മലപ്പുറം.